Hi friends, question വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊരു നമ്മുടെ ടോപ്പിക് ബോട്ട് ലാസ്കർ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ നമുക്ക് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, ക്ഷമിക്കാം. അപ്പോൾ the rules regarding sound signals to give indications to other vessels as to the position of the helm etc. 8 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. അപ്പം നമുക്കതിൻ്റെ നോട്ട്സ് നോക്കാം. നങ്കൂരമിട്ടിരിക്കുന്ന ഒരു വെസൽ അതിന്റെ സ്ഥാനത്തെക്കുറിച്ചും അടുത്തു വരുന്ന വെസൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതിനായി തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ മുഴക്കിയേക്കാം. അതായത് 1 ഷോട്ട് ബ്ലാസ്റ്റ്, 2 ഷോട്ട് ബ്ലാസ്റ്റ്, 3 ഷോട്ട് ബ്ലാസ്റ്റ്. ഒരു ചെറിയ സ്ഫോടനം അർത്ഥമാക്കുന്നത് വെസൽ അതിന്റെ ഗതിയെ സ്റ്റാർട്ട് ബോർഡിലേക്ക് മാറ്റുകയാണ്. അതായത് 1 ഷോട്ട് ബ്ലാസ്റ്റ്. 2 ഷോട്ട് ബ്ലാസ്റ്റ് മീൻസ് 2 ഹ്രസ്വ സ്ഫോടനങ്ങൾ അർത്ഥമാക്കുന്നത് വെസൽ അതിന്റെ ഗതിയെ പോർട്ടിലേക്ക് മാറ്റുകയാണ്. ഇനി 3 ഷോട്ട് ബ്ലാസ്റ്റ് ആണ്. 3 ചെറിയ സ്ഫോടനങ്ങൾ അർത്ഥമാക്കുന്നത് ആസ്റ്റേൺ പ്രൊപ്പൽഷൻ പ്രവർത്തിപ്പിക്കുന്നു. അതുകൂടാതെ 5 ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാവും, അത് അപകട സിഗ്നലാണ്. അതായത് കൂട്ടിയിടി സംഭവിക്കാൻ സാധ്യതയുള്ളപ്പോഴാണ് 5 ചെറിയ സ്ഫോടനങ്ങൾ മുഴക്കാറുള്ളത്. ഓർക്കുക, ഒരു ചെറിയ സ്ഫോടനം അർത്ഥമാക്കുന്നത് വെസൽ അതിന്റെ ഗതിയെ സ്റ്റാർട്ട് ബോർഡിലേക്ക് മാറ്റുകയാണ്. 2 ഹ്രസ്വ സ്ഫോടനങ്ങൾ അർത്ഥമാക്കുന്നത് വെസൽ അതിന്റെ ഗതിയെ പോർട്ടിലേക്ക് മാറ്റുകയാണ്. 3 ഷോട്ട് ബ്ലാസ്റ്റ് 3 ചെറിയ സ്ഫോടനങ്ങൾ അർത്ഥമാക്കുന്നത് ആസ്റ്റേൺ പ്രൊപ്പൽഷൻ പ്രവർത്തിപ്പിക്കുന്നു. കൂടാതെ 5 ചെറിയ സ്ഫോടനങ്ങൾ അപകട സിഗ്നലാണ്. കൂട്ടിയിടി സംഭവിക്കാൻ സാധ്യതയുള്ളപ്പോൾ 5 ചെറിയ സ്ഫോടനങ്ങൾ മുഴക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാം നാവിഗേഷൻ ഉപകരണങ്ങൾ. ശബ്ദ സിഗ്നലിംഗ് ഉപകരണങ്ങൾ. ഘടിപ്പിച്ച ശബ്ദ സിഗ്നലിംഗ് ഉപകരണം ഇല്ലാത്ത 12 മീറ്റർ താഴെയുള്ള ബോട്ടുകളിൽ ഇനി പറയുന്ന ശബ്ദ സിഗ്നലിംഗ് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. 1 PSCലാണ്, 2 കംപ്രസ്ഡ് ഗ്യാസ് ഹോൺ, 3 ഇലക്ട്രിക് ഹോൺ. ഓർക്കുക, ഘടിപ്പിച്ച ശബ്ദ സിഗ്നലിംഗ് ഉപകരണം ഇല്ലാത്ത 12 മീറ്റർ താഴെയുള്ള ബോട്ടുകളിൽ ഇനി പറയുന്ന ശബ്ദ സിഗ്നലിംഗ് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. 1 PSC, 2 കംപ്രസ്ഡ് ഗ്യാസ് ഹോൺ ആണ്, 3 ഇലക്ട്രിക് ഹോൺ. 12 മീറ്ററിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എല്ലാ ബോട്ടുകളിലും ഘടിപ്പിച്ച വിസിൽ ഉണ്ടായിരിക്കണം. 20 മീറ്ററിൽ കൂടുതൽ ബോട്ടുകൾക്ക് ബെല്ലുണ്ടായിരിക്കണം. USCG ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഓൺബോർഡിൽ കൊണ്ടുപോകാവുന്ന പൈറോടെക്നിക് വീഡിയോ സിഗ്നലുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത് 3 കൈകൊണ്ട് ചുവന്ന ജ്വാലകൾ, അത് രാത്രിയും പകലുമാണ് കാണിക്കുന്നത്. 2 ഒരു കൈയിൽ പിടിക്കുന്ന ചുവന്ന ജ്വാലയും 2 ഉൽക്കകളും, അത് രാത്രിയിലും പകലും. 3 ഒരു കൈയിൽ പിടിക്കുന്ന ഓറഞ്ച് സ്മോക്ക് സിഗ്നൽ, പകൽ. 2 ഫ്ലോട്ടിംഗ് ഓറഞ്ച് സ്മോക്ക് സിഗ്നലുകൾ പകലാണ് കാണിക്കുന്നത്. 1 ഇലക്ട്രിക് ലൈറ്റ്, അത് രാത്രി മാത്രം. 4ാമത് വരുന്നത് പാരച്യൂട്ട് ഫ്ലെയറുകളാണ്. ഇനി നമുക്ക് നോൺ പൈറോടെക്നിക് ഉപകരണങ്ങൾ നോക്കാം. അത് ഓറഞ്ച് ഡിസ്ട്രസ് ഫ്ലാഗ്. 20 അടിയിൽ കൂടുതൽ നീളമുള്ള വിനോദ ബോട്ടുകൾക്ക് മാത്രമേ ഓറഞ്ച് ഡിസ്ട്രസ് ഫ്ലാഗ് ആവശ്യമുള്ളൂ. അത് ദിവസ ഉപയോഗം മാത്രമാണ്. അവർക്ക് 20 അടിയിൽ കൂടുതൽ നീളമുള്ള വിനോദ ബോട്ടുകൾക്ക് മാത്രം ഓറഞ്ച് ഡിസ്ട്രസ് ഫ്ലാഗ് ആവശ്യമുള്ളൂ. ഇനി വൈദ്യുത ദുരന്ത സിഗ്നലാണ്. ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഉപയോഗം രാത്രി മാത്രം. ആം സിഗ്നല്. മറ്റൊരാൾ കാണുമ്പോൾ 2 കൈകളും നീട്ടി മുകളിലേക്കും താഴേക്കും ഉയർത്തി നിങ്ങൾക്ക് ദുരിതം സൂചിപ്പിക്കാൻ കഴിയും. ആം സിഗ്നൽ ഉപകരണ ആവശ്യകതകൾ നിറവേറ്റുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മറ്റു ദുരിത സിഗ്നലുകൾ ഇല്ലെങ്കിൽ സഹായം വിളിക്കാൻ നിങ്ങളുടെ കൈകൾ വീശുക. അപ്പൊ നോൺ പൈറോടെക്നിക് ഉപകരണങ്ങളാണ് ഓറഞ്ച് ഡിസ്ട്രസ് ഫ്ലാഗ്, വൈദ്യുത ദുരന്ത സിഗ്നല്, ആം സിഗ്നല്. ഇനി തീരദേശ ജലം, ഗ്രേറ്റ് തടാകങ്ങൾ, ടെറിട്ടോറിയൽ കടലുകൾ, അവയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ജലാശയങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന എല്ലാ വെസലുകളും 2 മൈലിൽ താഴെ വീതിയുള്ള ഒരു ജലാശയം വരെ
USCG അംഗീകൃത വിഷ്വൽ ഡിസ്ട്രസ് സിഗ്നലുകൾ VDS കൊണ്ട് സജ്ജീകരിച്ചിരിക്കണം. അതുപോലെ ഉയർന്ന കടലിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ USCG അംഗീകൃത വിഷ്വൽ ഡിസ്ട്രസ് സിഗ്നലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കണം. പകൽ സിഗ്നലുകൾ ആവശ്യമില്ലാത്ത വെസൽസ് നോക്കാം. എന്നാൽ ഈ വെസൽ സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ പ്രവർത്തിക്കുമ്പോൾ രാത്രി സിഗ്നലുകൾ വഹിക്കണം. 16 അടിയിൽ താഴെ നീളമുള്ള വിനോദ ബോട്ടുകൾ, 2 റേസുകൾ, റെഗാട്ടകൾ അല്ലെങ്കിൽ മറൈൻ പരേഡുകൾ പോലുള്ള സംഘടിത പരിപാടികളിൽ പങ്കെടുക്കുന്ന ബോട്ടുകൾ, 3 26 അടിയിൽ താഴെ നീളമുള്ള തുറന്ന കപ്പലുകൾ, പ്രൊപ്പൽഷൻ മെഷീനറികളാൽ സജ്ജീകരിച്ചിട്ടില്ലാത്തവ, 4 മാനുവലായി ഓടിക്കുന്ന ബോട്ടുകൾ. അപ്പോൾ പകൽ സിഗ്നൽ ആവശ്യമില്ലാത്ത വെസൽസ് ആണ് 16 അടിയിൽ താഴെ നീളമുള്ള വിനോദ ബോട്ടുകൾ, 2 റേസുകൾ, റെഗാട്ടകൾ അല്ലെങ്കിൽ മറൈൻ പരേഡുകൾ പോലുള്ള സംഘടിത പരിപാടികൾ പങ്കെടുക്കുന്ന ബോട്ടുകൾ, 3 26 അടിയിൽ താഴെ നീളമുള്ള തുറന്ന കപ്പലുകൾ, പ്രൊപ്പൽഷൻ മെഷീനറികളാൽ സജ്ജീകരിച്ചിട്ടില്ലാത്തവ, 4 മാനുവലായി ഓടിക്കുന്ന ബോട്ടുകൾ. ഇനി അടുത്ത ടോപ്പിക്കാണ് ദ മാനേജ്മെന്റ് ഓഫ് സ്മോൾ ഇൻലാൻഡ് വെസൽസ് ഇൻ ഓൾ കണ്ടീഷൻസ്. 7 മാർക്കിന്റെയാണ്. അതിൽ വരുന്നത് മോറിംഗ് ലൈൻസ്, ഹെഡ് ലൈൻ, സ്റ്റേൺ ലൈൻ, ഡ്രസ് ലൈൻ, സ്പ്രിംഗ് ലൈൻസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. 3 അടിസ്ഥാന മോറിംഗ് ലൈൻ തരങ്ങളാണ്. ഒരു മോറിംഗ് ലൈൻ സിസ്റ്റത്തിൽ ചെയിൻ മോറിംഗ് ലൈനുകൾ, വയർ മോറിംഗ് ലൈനുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബർ റോപ്പുകൾ, ഇവ 3ന്റെയും സംയോജനമാവാം. മോറിംഗ് ലൈൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. മോറിംഗ് ലൈൻ, ആങ്കർ, കണ്ടക്ടറുകൾ എന്നിവ നിർമ്മിച്ചതാണ്. ഒരു മോറിംഗ് സിസ്റ്റം എന്നാൽ എല്ലാ ജലത്തിന്റെ ആഴത്തിലും ഒരു കപ്പലിന്റെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്റ്റേഷൻ കീപ്പിങ്ങിനായി ഉപയോഗിക്കുന്നു. ഒരു മോറിംഗ് ലൈൻ കടൽ തീരത്തെ ഒരു ആങ്കറിനെ ഫ്ലോട്ടിംഗ് ഘടനയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ മോറിംഗ് ലൈൻ ഉപയോഗിക്കുന്നത് മോറിംഗ് ലൈൻ സിസ്റ്റം എന്നാൽ എല്ലാ ജലത്തിന്റെ ആഴത്തിലും ഒരു കപ്പലിന്റെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്റ്റേഷൻ കീപ്പിങ്ങിനായി ഉപയോഗിക്കുന്നു. ഒരു മോറിംഗ് ലൈൻ കടൽ തീരത്തെ ഒരു ആങ്കറിനെ ഫ്ലോട്ടിംഗ് ഘടനയുമായി ബന്ധിപ്പിക്കുന്നു. ഹെഡ് ലൈനുകൾ ഒരു കപ്പലിന്റെ മുൻവശത്ത് അല്ലെങ്കിൽ ഫോർകാസ്റ്റിൽ നിന്ന് കരയിലേക്ക് നയിക്കുന്ന മോറിംഗ് ലൈനുകൾ പലപ്പോഴും മുൻവശത്തേക്കും പിൻവശത്തേക്കും ഏകദേശം 45 ഡിഗ്രി കോണിലായിരിക്കും. ഹെഡ് ലൈനുകൾ എന്നാൽ ഒരു കപ്പലിന്റെ മുൻവശത്ത് അല്ലെങ്കിൽ ഫോർകാസ്റ്റിൽ നിന്ന് കരയിലേക്ക് നയിക്കുന്ന മോറിംഗ് ലൈനുകളാണ്. പലപ്പോഴും മുൻവശത്തേക്കും പിൻവശത്തേക്കും ഏകദേശം 45 ഡിഗ്രി കോണിലായിരിക്കും. ഇനി സ്റ്റേൺ ലൈനുകൾ ക്വാർട്ടറിൽ ഏകദേശം 45 ഡിഗ്രി നയിക്കുന്ന 2, 3, 4 വയറുകളും ഇതൊരു വെസലിന്റെ അമരത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മോറിംഗ് ലൈനാണ്. സ്റ്റേൺ ലൈൻ ക്വാർട്ടറിന്റെ ഏകദേശം 45 ഡിഗ്രി നയിക്കുന്ന 2, 3, 4 വയറുകളുമാണ്. ഇതൊരു വെസലിന്റെ അമരത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മോറിംഗ് ലൈനാണ്. ഡ്രസ് ലൈൻ എന്താന്ന് നോക്കാം. ഒരു ചെറിയ കപ്പൽ ഒരു ഡോക്കിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ അതിനെ പിയറിനോട് ചേർത്ത് നിർത്തുന്നു. കപ്പലിന്റെ മുൻവശത്തേക്കും പിൻവശത്തേക്കും കഴിയുന്നത്ര 90 ഡിഗ്രി വരെ നയിക്കുന്ന ഒരു കയർ അല്ലെങ്കിൽ ഒരു വയറാണ്. പിന്നെ സ്പ്രിംഗ് ലൈനുകൾ ഏതാണ്ട് മുന്നിലും പിന്നിലും ദിശയിലേക്ക് നയിക്കുന്ന മോറിംഗ് ലൈനുകളാണിവ. എർത്തിലായിരിക്കുമ്പോൾ കപ്പലിന്റെ രേഖാംശ ചലനം അല്ലെങ്കിൽ ഉയർച്ച തടയുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. സ്പ്രിംഗ് ലൈനുകൾ കപ്പലിനെ 2 ദിശകളിലേക്ക് തടഞ്ഞു നിർത്തുന്നു. ഹെഡ് സ്പ്രിങ്ങുകൾ മുന്നോട്ടുള്ള ചലനത്തെയും ബാക്ക് സ്പ്രിങ്സ് പിന്നിലെ ചലനത്തെയും തടയുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫെൻഡറുകൾ. ഒരു ഡോക്കിൽ ബോട്ട് കെട്ടിയിരിക്കുമ്പോൾ ഉരസുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു ബോട്ടുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലധികം ബോട്ടുകൾ ഒരുമിച്ച് കെട്ടുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുന്ന തലയണകളാണ് ഫെൻഡറുകൾ. ബോട്ട് ഫെൻഡറുകൾ 2 തരത്തിലുണ്ട്, ഊതിവീർപ്പിക്കാവുന്നതും അല്ലാത്തതും. അപ്പോൾ ഫെൻഡറുകൾ എന്നാൽ ഒരു ഡോക്കിൽ ബോട്ട് കെട്ടി ഇരിക്കുമ്പോൾ ഉരസുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു ബോട്ടുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയോ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുന്ന തലയണകളാണ് ഫെൻഡറുകൾ. നമുക്ക് ഏതൊക്കെ ഫെൻഡറുകൾ ഉണ്ടെന്ന് നോക്കാം. റബ്ബർ ഫെൻഡറുകൾ അത് ടഗുകൾ, ബാർജുകൾ, വർക്ക് ബോട്ടുകൾ, പൈലറ്റ് ബോട്ടുകൾ എന്നിവയ്ക്കായി സൈഡ് ബെൽറ്റിംഗായും കനത്ത ഉരച്ചിലുകൾക്കും
ബ്രഷിംഗ് രൂപങ്ങൾക്കും എതിരായ സംരക്ഷണ ഫെൻഡറുകളായി ഉപയോഗിക്കുന്നു. നമുക്ക് റബ്ബർ ഫെൻഡറുകൾ എന്നാൽ ടഗുകൾ, ബാർജുകൾ, വർക്ക് ബോട്ടുകൾ, പൈലറ്റ് ബോട്ടുകൾ എന്നിവയ്ക്കായി സൈഡ് ബെൽറ്റിങ്ങിനും കനത്ത ഉരച്ചിലുകൾക്കും ബ്രഷിംഗ് രൂപങ്ങൾക്കും എതിരായ സംരക്ഷണ ഫെൻഡറുകളായി ഉപയോഗിക്കുന്നു. ഇനി ടയർ ഫെൻഡറാണ്. കപ്പലുകൾക്ക് ശരിയായ സംരക്ഷണം നൽകുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ടയർ ഫെൻഡറുകൾ. ഈ മറൈൻ ഫെൻഡറുകൾ ഉയർന്ന ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. കപ്പലുകൾക്ക് ശരിയായ സംരക്ഷണം നൽകുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ടയർ ഫെൻഡറുകൾ. ഈ മറൈൻ ഫെൻഡറുകൾ ഉയർന്ന ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. അടുത്ത് നമുക്ക് കയർ ഫെൻഡർ എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്തമായ വാട്ടർ പ്രൂഫിംഗ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഒന്നാണ് കയർ. ഇത് നിങ്ങളുടെ വെസലിന് ഉപ്പ് വെള്ളത്തിൽ നിന്നും ഉള്ള കേടുപാടുകളെ പ്രതിരോധിച്ച് സംരക്ഷിക്കുന്നു. അപ്പോൾ കയർ ഫെൻഡറുകൾ എന്നാൽ പ്രകൃതിദത്തമായ വാട്ടർ പ്രൂഫിംഗ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ ഒന്നാണ് കയർ. ഇത് നിങ്ങളുടെ വെസലിന് ഉപ്പ് വെള്ളത്തിൽ നിന്നുള്ള കേടുപാടുകൾ പ്രതിരോധിച്ച് സംരക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ നന്നായിട്ട് പഠിക്കുക. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യണം. ആവർത്തിച്ച് ചോദിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കൂടുതൽ ഓഡിയോസ് നൽകാൻ പറ്റും. അടുത്തത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ഇല്ലാതെ ഇട്ടത്. പിന്നെ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഓഡിയോ ആഡ് ചെയ്യുന്നത്. കൂടാതെ എൻ്റെ തൊണ്ടയ്ക്കും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കുക. ഇതൊക്കെ വായിച്ച് മനസ്സിലാവും. നമുക്ക് നോട്ട്സ് ഒന്നും കിട്ടാനില്ല. പിന്നെ ഇതുപോലുള്ള ഡെഫിനിഷൻ വെച്ച് നമ്മൾ നമ്മുടെ സിലബസ് ടോപ്പിക്കുകൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് വരുന്ന ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.